തീരുമാനത്തിലാണ് സാധാരണഗതിയിൽ പണ്ഡിതന്മാർ ചെയ്യാറ്. പക്ഷേ ഇത് ചർച്ച ചെയ്തേ മതിയാവൂ എന്ന അവസ്ഥ വന്നപ്പം ജമിയത്ത് പലപ്പോഴായി ചർച്ച ചെയ്യുകയും പിന്നീട് ജമിയത്തിൻ്റെ കൗൺസിലർമാരായ ആൾക്കാർക്ക് ജമിയത്ത് എവിടെയാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു കൗൺസിൽ വിളിച്ച് അതിൽ ഇത് സംബന്ധിച്ച ഒരു പ്രബന്ധം അവതരിപ്പിച്ചു. ഈ പ്രബന്ധം വായിച്ചിരുന്നത് ജമിയത്തിൻ്റെ അസിസ്റ്റൻ്റ് സെക്രട്ടറി ജനാബ് അബ്ദുറഹ്മാൻ സലഫി അവറുകളായിരുന്നു. വായന കഴിഞ്ഞപ്പോൾ സദസ്സിൽ കൂടിയ പല ആൾക്കാരും ആവശ്യപ്പെട്ടു, ഇതിൻ്റെയൊക്കെ കോപ്പി ഞങ്ങൾക്ക് വേണം. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഇപ്പം അത് കോപ്പി തരാൻ പറ്റില്ല, നമുക്കത് പ്രിൻ്റ് ചെയ്ത് ഒരു ബൃഹത്തായ ഗ്രന്ഥമായി രേഖയായി ജനങ്ങൾക്ക് ഉപകാരമുള്ളൊരു പുസ്തകമാക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ എല്ലാവർക്കും അതിൽ സന്തോഷമായി. പിന്നീട് അത് സംബന്ധിച്ച് വിശദമായി പഠിക്കാനും ചർച്ച ചെയ്യാനും കൂട്ടേണ്ടത് കൂട്ടാനും ചേർക്കേണ്ടത് ചേർക്കാനും ഒഴിവാക്കേണ്ടത് ഒഴിവാക്കാനുമായി 5-6 ആളെ അധികാരപ്പെടുത്തി. APTP, അതായത് നമ്മുടെ ബഹുമാന്യ ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മൗലവിയുടെയും ബഹുമാനപ്പെട്ട പ്രസിഡന്റ് TP അബ്ദുൽ കോയ മദനി സാഹിബ് അവരുടെയും കേരള ജമിയത്തുൽമായുടെ ഫത്വ ബോർഡ് ചെയർമാൻ ആയിരുന്ന മർഹൂം സയ്യിദ് ഐദി തങ്ങളുടെ മുന്നിലും നമ്മുടെ വന്യ നേതാവ് ജമിയത്തിൻ്റെ ട്രഷറർ PK അഹമ്മദ് അലി മദനിയുടെ മുന്നിലും ജമിയത്തിൻ്റെ വൈസ് പ്രസിഡന്റ് P മുഹിയുദ്ദീൻ മദനിയും സെക്രട്ടറിയായ ഞാനും അസിസ്റ്റൻ്റ് സെക്രട്ടറിയായ അബ്ദുറഹ്മാൻ സലഫിയും കൂടിയിരുന്ന് പല സമയങ്ങളിലായി വായിച്ചു. അതിൻ്റെ അവസാന വായന ഹുസൈൻ സലഫിയുടെ ഒരു പരിപാടി, അബ്ദുറഹ്മാൻ സലഫിയുടെയും ഒരു പരിപാടി, മടബൂരികൾക്കെതിരെ ആഞ്ഞടിക്കുന്നൊരു പരിപാടി പരപ്പനങ്ങാടി വെച്ച് നടത്തും. ആ പരിപാടി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ മുഹിയുദ്ദീൻ മദനിയുടെ വീട്ടിൽ ഇരുന്ന് ഏകദേശം പുലരുവോളം അത് വായിച്ചു ചർച്ച ചെയ്ത് പൂർത്തിയാക്കി. എന്നിട്ട് അതിനൊരാമുഖം എഴുതണം. മുഹമ്മദ് മദനി ജനറൽ ജമിയത്തിൻ്റെ സെക്രട്ടറി എന്ന പേരിൽ അതും എഴുതി പ്രിൻ്റ് ചെയ്യാൻ എന്നെ അധികാരപ്പെടുത്തി. എന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ കേരള ജമിയത്തുൽമൻ്റെ സെക്രട്ടറി. ഇവിടെ വിവാദമായത് ജമിയത്തിൻ്റെ പേരിൽ അബ്ദുറഹ്മാൻ സലഫി ഒരു പുസ്തകം ഉണ്ടാക്കി, എന്നിട്ട് അത് അടിച്ചേൽപ്പിക്കുന്നു. ഞാൻ ഈ കുട്ടികളൊക്കെ ഇതൊന്നും കേൾക്കാനാണ് പറഞ്ഞത്. നിങ്ങൾ പലയിടത്തുനിന്നും പലതും കേൾക്കുകയോ ചില താല്പര്യക്കാരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളെ കുടിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ വസ്തുത എന്താണെന്ന് കൈകാര്യം ചെയ്ത ഒരാൾ പറയലാണല്ലോ നല്ലത് എന്ന ഉദ്ദേശത്തിലാണ് സത്യത്തിൽ ഈ പരിപാടിക്ക് വന്നത് തന്നെ. ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി ആ അടിസ്ഥാനത്തിൽ അത് പ്രിൻ്റ് ചെയ്യാൻ ഞങ്ങൾ കൊടുക്കുകയും പുസ്തകമായി വരികയും ഇതുപോലെ തന്നെ ഒരു വലിയ പരിപാടിയിൽ വെച്ച് ആ പുസ്തകം എവിടെ വെച്ചിട്ട് ഇനി ചേലേമ്പറ ഹുസൈൻ സലഫി പങ്കെടുത്തൊരു പരിപാടിയിൽ ഈ പുസ്തകം നിറഞ്ഞ സദസ്സിൽ വിതരണം ചെയ്യുകയും ആൾക്കാർക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ പുസ്തകം ഇങ്ങോട്ട് നാട്ടിലൊക്കെ ആയി, ഈ വിഷയം എന്നതാണെന്ന് ജനങ്ങൾ പഠിച്ചു. എന്താണ് മുസ്ലിമീകളെ കാഴ്ചപ്പാട് വേണ്ടത്, പിശാചിനോടുള്ള നിലപാട് എന്തായിരിക്കണം, പിശാചിനെതിരെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ജിന്നിൻ്റെ നിലപാട് എന്താണ്, ചികിത്സയുടെ രൂപം എന്താണ് എന്നീ കാര്യങ്ങളൊക്കെ ഇതിലിങ്ങനെ വന്നപ്പം ഇതിനോടൊക്കെ വിഷമമുള്ള ആൾക്കാർ വമ്പിച്ച ആക്ഷേപങ്ങളാണ് പറഞ്ഞത്. 60 തെറ്റ് എന്നാണ് ഒരു മാന്യൻ വിളിച്ചു പറഞ്ഞത്.
പിന്നെ അതിൽ കുറഞ്ഞതും കൂടിയതും ഒരുപാട് തെറ്റുകളുണ്ട് എന്ന് മാലോകരുടെ ഇടയിലൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ ചില സദസ്സുകളിൽ, വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ചില സദസ്സുകളിൽ ഞാനും അതുപോലെ അബ്ദുറഹ്മാൻ സലഫിയൊക്കെ പറഞ്ഞു, അങ്ങനെ ഇതിൽ തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് നിങ്ങൾ തെളിവ് സഹിതം ഒന്ന് എഴുതി തരികയാണെങ്കിൽ പ്രമാണബദ്ധമായത് ഇതിൽ ചേർത്തി ഞങ്ങൾ തിരുത്തി അടുത്ത പ്രിൻറ്റിങ്ങിൽ അത് ശരിപ്പെടുത്താം. നമുക്ക് ഏതായാലും ഒരു സമ്മേളനം വരുന്നുണ്ട്, അന്ന് ഇതിൻ്റെ റീപ്രിൻ്റ് കൂടുതൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പ്രിൻ്റ് ചെയ്യണം എന്ന് പറയുകയും ചെയ്തു. സത്യം പറയട്ടെ, ഈ 38 ആൾ ഒപ്പ് എന്ന് എഴുതി ഒരു കടലാസ് വരുന്നതിന് മുമ്പും ആളൊന്നുമില്ലാതെ 18 പേജിൽ താഴെ പേരെഴുതി ഒപ്പിടുന്നവർ ആവശ്യപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ട് ആരും ഒപ്പിടാത്ത, ആരുടെയും പേരുമില്ലാത്ത ഒരു കടലാസും അല്ലാതെ ഈ പ്രിൻ്റ് ചെയ്യേണ്ടതിൽ ഗുണകാംക്ഷ വിചാരിച്ചുകൊണ്ട് ഒരു കടലാസ് ആരും എൻ്റെ കയ്യിൽ തന്നിട്ടില്ല. എനിക്ക് തരാൻ ഏൽപ്പിച്ചിട്ട് കയ്യിൽ കിട്ടിയിട്ടുമില്ല. എന്തിനാ അങ്ങനെ പറഞ്ഞറിയോ? അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു, എൻ്റെ കൈ കിട്ടിയാലല്ലേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു വിഷയത്തിൽ ഈ അബദ്ധം തിരുത്തലായിരുന്നു ഈ പുസ്തകത്തിൻ്റെ ലക്ഷ്യവും. ജമിയത്തുൽ ഉലമ ഒരു കടമ നിർവഹിക്കുകയും ചെയ്യുകയാണ്. അല്ലാതെ ഇതാരോടെങ്കിലുമുള്ള ഒരു പകയോ എന്തിനോടെങ്കിലുമുള്ള ഒരു പ്രത്യേക ഉദ്ദേശമോ അല്ല. ഈ ജിന്ന് സിഹ്ർ വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു വിശദീകരണം എവിടെയെങ്കിലും നടക്കുമ്പോഴേക്ക് ആൾക്കാർ അതിനെപ്പറ്റി പല കമൻറ്റും നടത്തുക. അതിലൊന്ന് എന്താ പറയുക, ഇതിനു മുമ്പ് ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ജിന്ന് എവിടെയാണ് നിൽക്കുന്നത്, ഇൻസ് എവിടെയാണ് നിൽക്കുന്നത് ഒക്കെ അറിയാം, ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്, അത് പറയേണ്ടിയുണ്ട്. എന്ത് തെരഞ്ഞെടുപ്പ്, ആർക്ക് വരാൻ? അപ്പോൾ ഒരു പ്രത്യേക വ്യക്തിത്വങ്ങളെ അല്ലെ വ്യക്തിയെ ഉന്നം വച്ചിട്ട് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഈ രൂപത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. സത്യത്തിൽ അങ്ങനെ ഒരു വശം സ്വപ്നേപ്പി വിചാരിച്ചിട്ടില്ല ജമിയത്തുൽ ഉലമയുടെ ഉത്തരവാദപ്പെട്ട വ്യക്തികളോ ഇത് വിശദീകരിക്കുന്ന ആൾക്കാരോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമ്മളൊന്ന് കൂടി ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഞങ്ങളൊക്കെ എന്നെപ്പറ്റി പറയാം, ഞാൻ വളർന്നത് ഖുറാഫാത്ത് നിങ്ങോട്ട് പോന്നിട്ട് എന്നല്ല, ജിന്ന് വന്ന് സഹായിച്ച് ജിന്ന് കൂടുക, ജിന്ന് ഹദറത്ത് ഉണ്ടാകുക, അങ്ങനെ ജിന്നിലൂടെ വലിയ പദവി എളുത്തുക, അതൊക്കെ സാധിക്കുമെന്ന് വിചാരിച്ച് അതിനൊക്കെ കുത്തിരുന്ന് നോക്കിയവനാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ദർസിലോതുമ്പേ പട്ടിണി കിടന്നിങ്ങനെ പള്ളിൻ്റെ മുകളിൽ കിടക്കുമ്പോൾ ചെലവുടിയിലേക്ക് കൊണ്ടുപോകാൻ ആളുമില്ല, പീടിയെ പോയി കുടിക്കാൻ കാശുമില്ല. അങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പം ഒരു ജിന്ന് വന്ന് എന്നെ വിളിച്ചോണത്തി എന്തെങ്കിലും തന്നിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് കിടന്ന അനുഭവമുള്ള ആളാണ് ഞാൻ. അങ്ങനെ പറഞ്ഞത് എന്താണ്ടാ അറിയാം, അങ്ങനൊക്കെ ആഗ്രഹിച്ചിട്ട് ഒരു ജിന്ന് എൻ്റെ അടുത്തൊന്നും വന്നാനില്ല. അതാണ് ഒരുത്തം വന്നിനെങ്കിൽ എൻ്റെ കുട്ടികളെ ഞാൻ നിങ്ങളെ കൂടെ ഈ ജിന്നിനെ പറ്റി ഇങ്ങനെ പറയാനുണ്ടാവില്ല. കാരണം അത് പിന്നെ എൻ്റെ ചെറുപ്പത്തിലെ വിശ്വാസം, ഞാൻ വലുതായി ഒരു പുരുഷനാകുന്ന കാലം വരേക്കും എൻ്റെ വീട്ടിൽ ഒരു ഓമക്കുഴി 3 റൂമാണ് എൻ്റെ പുരയിലുള്ളത്. അതിൽ പടിഞ്ഞാറേ അകന്നിട്ടൊരകണ്ട്, അതിൽ ഓമ നടത്തുന്ന ഒരു കുഴിയില്ലാതെ എനിക്ക് ഓർമ്മയില്ല. എന്തേ? ജിന്നിനെയും ശൈത്താനെയും പോക്കാനുള്ള ഓമം. അവിടെ നിന്നാണ് അറബി കോളേജ് ദർസിന്ന് പഠിക്കുന്ന കാലത്ത് വരെ ഇതുണ്ട്. ദർസിന്ന് വിട്ട് അറബി കോളേജിലെത്തി ഖുർആൻ പഠിച്ച് ഹദീസ് പഠിച്ച് ഉസ്താദന്മാരോട് തർക്കിച്ച് ഇത് മനസ്സിലാക്കി ഇതിൽ നിന്ന് മുക്തരായ നമുക്ക് ഈ സമയത്ത് ജിന്നുകൾ ഇങ്ങനെ വന്ന് ഇടങ്ങറുണ്ടാക്കുകയാണെങ്കിൽ അത് ഇടങ്ങറ് തന്നെ. അത് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ടത് ചെയ്യാതിരുന്നുകൂടാ എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് പറയാനുള്ളത്. ഒറ്റ കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സമ്മേളന വിഷയം
നമ്മൾ ഗൗരവത്തിലെടുക്കണം. സമ്മേളനത്തിന് നാം വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ 1-ാം തീയതി എറണാകുളത്ത് വെച്ച് അതിൻ്റെ പ്രചരണോദ്ഘാടനം നടത്തിയത് മുതൽക്ക് റമദാനിൻ്റെ ഗ്യാപ്പ് കഴിച്ചാൽ നിരന്തരമായി നാം അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. പ്രചാരണങ്ങൾ സ്റ്റേറ്റിൽ ഉദ്ഘാടനം നടന്നതിന് ശേഷം ജില്ലകൾ തോറും നടന്നു. മണ്ഡലങ്ങൾ ഏകദേശം തീരാറായി. സെമിനാർ നടന്നു. ഇങ്ങനെ അതിൻ്റെ പ്രവർത്തനം പല ഭാഗത്തും നവോത്ഥാനത്തിൻ്റെ ഒരു നൂറ്റാണ്ട് എന്ന വിഷയവുമായി നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സമ്മേളന കാര്യങ്ങളിൽ താല്പര്യമെടുക്കുകയും ഒറ്റക്കെട്ടായി നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യണം. ഇത്തരം കാര്യങ്ങളിൽ ഇത് വിശദീകരിച്ചൊരു ആദർശം പറഞ്ഞു പോയി എന്നതുകൊണ്ട് ഇനി സമ്മേളനത്തിൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അതിനോട് പ്രതിഷേധിച്ച് നിന്നുകൂടാ. നമുക്ക് ആദർശം ഏറെ വലുതാണ്. അത് ഈ പ്രസ്ഥാനം വളർത്തിയെടുത്ത കാര്യമാണ്. അതിനു വേണ്ടിയാണ് സത്യത്തിൽ ഈ സംഘടന. അപ്പോൾ ആദർശം നമ്മൾ മുഖവിലക്കെടുക്കുകയും അത് തൗഹീദിനെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് വളരെ കൃത്യമായി പറയേണ്ടതും വന്നു എന്നുള്ള. കാരണം തൗഹീദിൽ നിന്ന് പെട്ടെന്ന് തെറ്റിപ്പോകാൻ കാരണമാകുന്ന ചർച്ചയാണ് ജിന്നിലൂടെ ഇവിടെ എത്തിച്ചേരുന്നത്. അപകടകരമായ കാര്യമാണ്. വിശദീകരിക്കാൻ നേരല്ല. ഇവിടെ ധാരാളം ആൾക്കാരുണ്ട്, അവർ വിശദീകരിച്ചോളും. അതുകൊണ്ട് നിങ്ങൾ ഈ സമ്മേളനത്തോടൊപ്പം ഈ മുഖാമുഖം ചർച്ചയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം സമ്മേളനത്തിന് വേണ്ടി സജീവമായി രംഗത്തിറങ്ങണം എന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ ദീൻ ഉയർത്തിപ്പിടിച്ച് തൗഹീദ് മുന്നിൽ നിന്ന് തൗഹീദിന് വേണ്ടി പണിയെടുക്കുന്നവർ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. മറ്റൊരു സംഘടനയും ഈ ഊന്നൽ നൽകി ഇവിടെ പ്രബോധനം ചെയ്യുന്നില്ല. നമുക്ക് ക്ഷീണം പറ്റിയാൽ അതൊരു ക്ഷീണം തന്നെ. നമുക്ക് ക്ഷീണം പറ്റിയ അള്ളാഹു താല മറ്റൊന്ന് ചെയ്യും. അള്ളാഹു എന്ത് ചെയ്യും? ഇതിന് പറ്റിയ ആൾക്കാരെ കൊണ്ടുവരും, നമ്മളെ നശിപ്പിക്കും. അതില്ലാതിരിക്കാൻ നാം അത് ഏറ്റെടുക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. റഹ്മാനായ റബ്ബ് അവൻ്റെ മാർഗത്തിൽ അവൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് സജീവമായി പ്രവർത്തിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തി നേടുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ നമ്മെ അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നേതാക്കൾക്കും കരുത്തരായ അമരക്കാർക്കും അള്ളാഹു തആല കൂടുതൽ കരുത്തും ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. അസ്സലാമു അലൈക്കും. ഞാൻ ഇവിടെ നമ്മുടെ ബഹുമാന്യരായ അവറുകൾ പറഞ്ഞതുപോലെ മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ഭാഗ്യമുണ്ടായ ആ സന്ദർഭത്തിൽ തന്നെ അവിടെ ആ കാലത്ത് തന്നെ ഇത്തരം ചർച്ചകളുണ്ടായിരുന്നു. ജിന്നിനെ സംബന്ധിച്ച് ജിന്നെ ഇറക്കലും ജിന്ന് കയറ്റലും ജിന്നിൻ്റെ ക്ലിനിക്കും ഇതൊക്കെ ഉണ്ടായ ആ കാലത്ത് അവിടെയുള്ള പണ്ഡിതന്മാർ എന്തായിരുന്നു അനുഷ്ഠിച്ചിരുന്നത് എന്ന് നമ്മളൊക്കെ പഠിക്കണം. എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്ത് എന്തായിരുന്നു സ്ഥിതി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്ത് എല്ലാ ഖുറാഫാത്തുകളും അതിൻ്റെ മൂർത്തിഭാവത്തോടു കൂടി വന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമത്ത് തൗഹീദ് അതായിരുന്നു. അതിനെല്ലാം ആ ഒരു ആഹ്വാനം വന്നതോടുകൂടി ഇത്തരം ജിന്നുകളും അങ്ങനെയുള്ള ഖുറാഫാത്തിൻ്റെ വിശ്വാസങ്ങളും പമ്പ കടത്തി ആ രാജ്യത്ത് നിന്ന് പിഴുതെറിഞ്ഞ കഥയാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് കാലങ്ങൾ കുറേ കഴിഞ്ഞതിന് ശേഷം പിന്നെ സൗദി അറേബ്യയിൽ ഖുറാഫാത്ത് പിന്നെയും പ്രചരിച്ചു. നമുക്കറിയാമായിരുന്നല്ലോ അവിടെ എന്തായിരുന്നു സ്ഥിതി. അവിടുത്തെ സ്ഥിതി മഹാപരിതാപകരമായിരുന്നു. തൗഹീദിൻ്റെ ശബ്ദങ്ങളൊക്കെ അവിടെ നിന്ന് പോയിരുന്നു. അവിടെ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെയും അതിൻ്റെയും ശേഷം തുർക്കികളുടെ ഭരണമായിരുന്നു. ഖുറാഫാത്തിൻ്റെ കേളിരംഗമായിരുന്നു അവിടെ. അതിൻ്റെ ചില അംശങ്ങളൊക്കെ അവിടെ പിന്നെയും ബാക്കിയുണ്ടായിരുന്നു. സൗദി അറേബ്യയിലെ തൗഹീദ് ഗവൺമെൻറ് വന്നു. അതൊക്കെ ഉന്മൂലനം ചെയ്യുകയും പണ്ഡിതന്മാർ പിന്നെ ഓരോരോ ആൾക്കാർ പുതിയ കിതാബുകൾ ഇറക്കാൻ വേണ്ടിയിട്ട് പുതിയ തിസിസുകൾ ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പുതിയ വിഷയങ്ങൾ അവതരിപ്പിക്കും. അതിന് വേണ്ടിയിട്ട് ആവേശം കൊള്ളും അവർ.
അങ്ങനെ ദീനിലുള്ളതും ഇല്ലാത്തതുമായ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഇത് നമ്മുടെ ചില ആൾക്കാർ അവിടെ നിരോധിക്കപ്പെട്ട ചില ഗ്രന്ഥങ്ങൾ തന്നെയും ഇവിടെ വരുമ്പോൾ നമ്മുടെ ആൾക്കാരെടുത്ത് വലിയൊരു ഗ്രന്ഥം എന്ന നിലക്ക് പിന്നെ വായിക്കുകയും അത് ഖുതുബയിലും മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇന്നിപ്പോൾ കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പരിഹാസപാത്രമായിരിക്കുന്നു. എന്താണ് ജിന്നിൻ്റെ വിഷയത്തിൽ? ഈ ജിന്നിൻ്റെ വിഷയത്തിൽ ഈ വിഷയം കേരള ജമിയത്തുൽ ഉലമ ഒരുപാട് കാലമായി ഇത് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പ്രാവശ്യം ദൗറകൾ കൂടുകയും ഒരുപാട് ഉപന്യാസങ്ങൾ അവതരിപ്പിക്കുകയും അങ്ങനെ ഒരുപാട് ചർച്ചകൾ വെറും വികാരത്തിൻ്റെയോ വൈകാരികമായ ഉദ്ദേശത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ലാതെ വളരെ ദീനിയായ ഒരു ചട്ടക്കൂട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പ്രമാണബദ്ധമായ അടിസ്ഥാനത്തിൽ ഇത് ചർച്ച ചെയ്യുകയും അങ്ങനെ പിന്നെ ഒരുപാട് ലേഖനങ്ങളുടെ സമാഹാരങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇത് പിന്നെ ഇവിടെ നേരത്തെ പിന്നെ മുഹമ്മദ് മദനി സാഹിബ് അവറുകൾ പറഞ്ഞ ആ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതിൻ്റെ പ്രസിദ്ധീകരണം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി അത് പ്രസിദ്ധീകരിക്കാൻ ഉദ്ഘാടനം ആ പ്രസിദ്ധീകരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ എനിക്കാണ് ഭാഗ്യം ഉണ്ടായത്. ഞാൻ അതിന് ഇന്നും പിന്നെ അഭിമാനം കൊള്ളുകയാണ്. അത്രയും ഞാനും പിന്നെ പഠിച്ച് മനസ്സിലാക്കിയ ഞാൻ എന്നും ഇതിനെ സംബന്ധിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരുപാട് ഈ വിഷയത്തിൽ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ ഞാൻ ദിവസവും 1 മണിക്കൂറെങ്കിലും വായിക്കാതിരിക്കാറില്ല. അങ്ങനെ പിന്നെ ഉള്ള പിന്നെ ആ വിഷയത്തിൻ്റെ ഒരു മൂലസമാഹരണം തന്നെയാണ് നമ്മളിവിടെ പിന്നെ ഇവിടെ പ്രസിദ്ധീകരിച്ച കേരള ജമിയത്തുൽ ഉലമ പ്രസിദ്ധീകരിച്ച ആ ജിന്നിനെ സംബന്ധിച്ചും സെഹറിനെ സംബന്ധിച്ചൊക്കെയുള്ള പുസ്തകം. അതിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന ആൾക്കാരുണ്ടാകും. കാരണം പിന്നെ അങ്ങനെയുള്ള ആൾക്കാർ പിന്നെ ഇത് പ്രസിദ്ധീകരിച്ച് ആ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ആഴ്ച എൻ്റെ വീട്ടിൽ കുറേ ആൾക്കാർ വന്നു പറഞ്ഞു, ഇതിലൊരുപാട് തെറ്റുകളുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഏതാണ് തെറ്റുകൾ പറഞ്ഞു തരൂ, നമ്മളൊന്നും മാസൂമിങ്ങളല്ലല്ലോ, തിരുത്തല്ലോ. ഇതുവരെ പിന്നെ അവരുടെ അഭിപ്രായങ്ങൾ എന്താണ്, തെറ്റെന്താണെന്ന് ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല. നിങ്ങൾ എഴുതി തരൂ. കേരള ജമിയത്തുൽ ഉലമ ഇതൊക്കെ പിന്നെ സവിസ്തരം പഠിക്കുകയും മനസ്സിലാക്കുകയും അത് ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു പാർട്ടി ഒരു സംവിധാനമുള്ള ഒരു സംഘടന തന്നെയല്ലേ. നിങ്ങളുടെ എല്ലാവരുടെയും പിന്നെ പണ്ഡിത സംഘടനയല്ലേ ഇത്. ഇതുവരെ അവരാരും ചെയ്തിട്ടില്ല. മാത്രമല്ല ഇത് ഒരു വ്യക്തിയുടെ മാത്രമാണ്, അബ്ദുറഹ്മാൻ സലഫിയുടെ ഒരു കൃതിയാണ് എന്ന നിലയ്ക്ക് കേരളത്തിലെ മുഴുവൻ ഇത് പ്രചരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളാരും സമ്മതിക്കാൻ പോകുന്നില്ല. ഇതാണ് കാരണം. ഇത് അബ്ദുറഹ്മാൻ സലഫിൻ്റെ അല്ല, കേരള ജമിയത്തുൽ ഉലമയുടേതാണ്. ഈ കൃതി കേരള ജമിയത്തുൽ ഉലമ പ്രസിദ്ധീകരിച്ചത് തന്നെയാണ്. ഞാൻ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. നമ്മളെല്ലാവരും ഇവിടെ കേട്ടതുപോലെ ഒരു മഹത്തായ സമ്മേളനത്തിൻ്റെ നമ്മൾ സമ്മേളനം നടത്താനും വേണ്ടി നടത്തുന്നവരല്ലല്ലോ. ഒരു സമ്മേളനം നടക്കട്ടെ, ഞങ്ങൾക്കും ഒരു 4 കൊല്ലം കൂടുമ്പോൾ 5 കൊല്ലം കൂടുമ്പം മുജാഹിദിന് ഒരു സമ്മേളനം നടക്കട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തുന്നവരല്ല നമ്മൾ. അതിൻ്റെ മുമ്പ് 10,000 പിന്നെ ചെറു യോഗങ്ങൾ ഓരോ കുഗ്രാമങ്ങളിലും ഗ്രാമാന്തരങ്ങളിലും തൗഹീദിൻ്റെ ശബ്ദം നമ്മൾ എത്തിക്കുന്നു. അങ്ങനെ തൗഹീദ് പഠിക്കുന്നു. ഇതാണ് നമ്മളുടെ സമ്മേളനത്തിൻ്റെ സവിശേഷത. ഇതിനു വേണ്ടിയായിരിക്കണം നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടത്. അസ്സലാമു അലൈക്കും. തൗഹീദിൻ്റെ വശങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരണവും പഠനവും ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ദിവസം ഇങ്ങനെ സംഘടിപ്പിക്കണം എന്ന് തീരുമാനിച്ചതാണ്. അതാണ് ഇന്ന് ഇത്രയും ആൾക്കാർ ഇവിടെ വന്നിട്ടുള്ളത്. തൗഹീദ് ശരിക്കും പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം, നമ്മുടെ ലക്ഷ്യം അതാണ്. അല്ലാഹു തആല എല്ലാ പ്രവാചകന്മാരെയും അയച്ചത് ആ സന്ദേശവുമായിട്ടാണ്. പ്രവാചകന്മാരുടെ ഏക സന്ദേശം ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാ പ്രവാചകന്മാരെയും അയച്ചതിനാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ മായന പഠിക്കാഞ്ഞാൽ ഏത് കുഴിയിൽ പോയിട്ടാണ് നമ്മൾ വീഴാന്നറിയില്ല. അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു ശക്തിയുടെ മുമ്പിൽ ഭയപ്പാടോടുകൂടി നേടിയെടുക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയോ ഒരു കാര്യം പറഞ്ഞാൽ അത് അയാളെ ഇലാഹാക്കലാണ്.
ഉണ്ടാവോ? പറഞ്ഞ് മനസ്സിലായോ? ഇല്ല. ഭയപ്പാടോട് കൂടിയോ ആഗ്രഹത്തോടു കൂടിയോ ഒരു കാര്യം എനിക്ക് കിട്ടണം, അത് ചെയ്തു തരണം അല്ലെങ്കിൽ തടുക്കണം എന്നാവശ്യപ്പെടുന്നത് അതാരോടാണ് ആവശ്യപ്പെടുന്നത്? അവൻ ഇലാഹാണ്. അങ്ങനെ ഒരുത്തനില്ല അല്ലാതെ എന്നാണ്. അതുകൊണ്ടാണ് നമ്മുടെ സ്ത്രീകൾ കുട്ടികളെ തൊട്ടിലാട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പാടുമ്പോൾ കുട്ടിയുടെ തല അടുത്ത കട്ടിലിലോ പത്തായത്തിലോ ഇടിച്ചാൽ ഉടനെ ബദിരീങ്ങളെ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മുശ്രിക്കുകൾ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മുഹമ്മദ് നബി പറഞ്ഞപ്പോൾ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അങ്ങാടിയിൽ ചെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ആട്ടി ഓടിച്ചത്. അവർക്ക് അതിൻ്റെ മായന അറിയാം, ഇലാഹിൻ്റെ. ഈ ഇലാഹിൻ്റെ മായന മനസ്സിലാക്കിയ ആൾ അള്ളാഹുവിനോടല്ലാതെ ഒരു കാര്യം ആവശ്യപ്പെടില്ല. അല്ലാത്ത ഏതൊരു ശക്തിയോട് ആവശ്യപ്പെടില്ല. അത് പ്രവാചകന്മാരുടെ മുഴുവൻ സന്ദേശമാണ്. അതാണ് തആലൗ ഇലാ കലിമത്തിൻ സവായിൻ ബൈനനാ വബൈനക്കും അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്. മുശ്രിക്കുകൾ അവിടെ ഇരിക്കട്ടെ, അഹ്ലി കിതാബുണ്ടല്ലോ, ഗ്രന്ഥം നൽകപ്പെട്ട ആൾക്കാർ, അവരുടെ കിതാബ് നോക്കിക്കോട്ടെ. നിങ്ങൾ വരും, നമുക്ക് യോജിക്കുന്ന, നമുക്കെല്ലാവർക്കും യോജിക്കാൻ പറ്റിയ പ്രവാചകന്മാരുടെ പ്രബോധനമുണ്ട്. അതിതാണ്, അതിലേക്ക് വരുന്ന അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ് വലാ നുശ്രിക ബിഹി ഷൈഅ. അള്ളാഹു അല്ലാത്തവരെ ആരെയും ആരാധിക്കരുത്. വലാ നുശ്രിക ബിഹി ഷൈഅ. ആ അള്ളാഹുവിൽ എന്തെങ്കിലും ഒന്ന് പങ്കുചേർക്കാൻ പറ്റില്ല. ആരെയെങ്കിലും, മുഹമ്മദ് നബി ആവട്ടെ അല്ലാത്ത പ്രവാചകന്മാരാവട്ടെ, അവരാരെയും പങ്കുചേർക്കാൻ പറ്റില്ല. തൗഹീദിന് വേണ്ടി പോരാടിയ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ രൂപം അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഇബ്രാഹിമെ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ, നീ രൂപം ഉണ്ടാക്കി വെച്ചില്ല, വീട്ടിലിരുന്നിട്ട് ഇബ്രാഹിമെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ മുശ്രിക്കായി പോകും. അതാ വലാ നുശ്രിക ബിഹി ഷൈഅന്ന് പറഞ്ഞു. ഒന്നിനെയും, അത് ജിന്നാണ് എന്നുള്ള പ്രശ്നമല്ല. എന്ത് ജിന്ന്? അവരെക്കാളും വലിയ എത്ര ആൾക്കാരുണ്ട് ഇവിടെ. ആരെയും, മുഹമ്മദ് നബി ജിന്നിൻ്റെയും ഇൻസിൻ്റെയും പ്രവാചകനല്ലേ? അപ്പോൾ ഏതായാലും മേലെയാണല്ലോ. മുഹമ്മദേ എന്ന് പറയാൻ പാടില്ല. വീഴാൻ പോകുമ്പോൾ, കുട്ടികൾ വീഴാൻ പോകുമ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് ഉമ്മാരൊക്കെ മാമാരൊക്കെ യാ മുഹമ്മദ് യാ മുഹമ്മദ് എന്ന് വിളിച്ചിരുന്നു. ഇപ്പോൾ ആരെങ്കിലും വിളിക്കലുണ്ടോ? മുജാഹിദ് കേന്ദ്രങ്ങളൊന്നും അങ്ങനെ യാ മുഹമ്മദ് ഇല്ല. ഇനിയിപ്പോൾ യാ ജിന്നേന്ന് വിളിക്കാം. എവിടേക്കായി പോകുന്നത്? വലാ നത്തഖിദ ബഅദുനാ ബഅദൻ അർബാബൻ മിൻ ദൂനില്ലാഹ്. പിന്നെ പറഞ്ഞാൽ അതാ വലാ നുശ്രിക ബിഹി ഷൈഅ വലാ നത്തഖിദ ബഅദുനാ ബഅദൻ അർബാബൻ മിൻ ദൂനില്ലാഹ്. നമ്മിൽ ചിലരെ അള്ളാഹിനെ കൂടാതെ റബ്ബാക്കണ്ട. അള്ളാഹ് ഒറ്റ റബ്ബാ, പിന്നെ വേറെ റബ്ബില്ല. അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദഹു വയുഖവിഫൂനക ബില്ലദീന മിൻ ദൂനിഹി വമൻ യുദ്ലിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്. അള്ളാഹ് പോരെ തൻ്റെ അടിമക്ക്? തൻ്റെ അടിമക്ക് അള്ളാഹ് പോരെ? ജനപ്രദേശത്തും വിജനപ്രദേശത്തും പോരെ? കൂലിയാക്കൂലിയിട്ടുള്ള സമുദ്രത്തിൻ്റെ അതിൽ സഞ്ചരിക്കുന്ന മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് യൂനുസ് അലൈഹിസ്സലാം ജിന്നെ പറഞ്ഞില്ല. ആരോടെ പറഞ്ഞത്? അതിനേക്കാളും വലിയ വിജനപ്രദേശം എവിടെ പഠിച്ചോനെ? എന്തായാലും നമുക്ക് അള്ളാഹ് പറഞ്ഞു തന്നത്. എന്ത് പ്രയാസം വന്നാലും അവിടെ പൊടിച്ചോ, അള്ളാഹിനോട് തേടിക്കൊന്ന് പഠിപ്പിക്കാനല്ലേ? അല്ലെങ്കിൽ ആ പ്രവാചകന് അവിടെ സമുദ്രത്തിൽ വീഴലും സമുദ്രത്തിൽ ചാടലും എന്നിട്ട് മത്സ്യത്തിൻ്റെ വയറ്റിൽ പോകലും എന്നിട്ട് പിന്നെ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നുള്ള പ്രാർത്ഥനയൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ജിന്നിനോട് പ്രാർത്ഥിക്കാനാ പഠിച്ചോനെ? ഹൗ, അള്ളാഹിൻ്റെ ഖുർആനിൽ വിശദമായി പറഞ്ഞിട്ട് പിന്നെ അതിനേക്കാളും വലിയ മുൽത്തറ് ആരെ? ഒമയുജീബൻ മുൽത്തറ് ഇതാകും. ഇടങ്ങാറായവൻ, പ്രയാസപ്പെടുന്നവൻ, കഷ്ടപ്പെടുന്നവൻ, ആരും സഹായിക്കാനില്ലാതെ ഇടങ്ങാറാകുക, അതാ വിജനം. അവൻ മുൽത്തറ്, അതാണ് മുൽത്തറ് തന്നെ. അവൻ പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിനോട്, അവൻ ഉത്തരം നൽകുന്നു. യാ ഇബാദല്ലാഹ് എന്താ പറഞ്ഞത്? വൈദാ സഅലക ഇബാദി അന്നി
ഞങ്ങളെ വിളിച്ചു കേട്ടോ യാ ഭാഗം വേറെ കാര്യമല്ല. വൈദാസാലക്ക വൈബാദിയാന്നി എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ എന്ത് പറയണതാ പറഞ്ഞത്? ഫൈനി കരീബുൻ, ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. വിജനൊന്നും നോക്കണ്ട. വിജനാണെങ്കിലും ജനുണ്ടെങ്കിലും ഞാൻ അടുപ്പുണ്ട്. ഷിറ അത് അള്ളാഹു നമ്മൾ അടുപ്പുണ്ട്. അതല്ലാതെ ചെയ്താൽ ശിർക്കായി പോകും. ഇങ്ങനെ ഇനി പറഞ്ഞു എന്തി പഠിച്ചോനെ? ഇനി കരീബുൻ, ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. ജിന്നിനെ വിളിക്കണ്ട. ഉജീബു, ഞാൻ പറയാം മറുപടി, ഞാൻ ചെയ്തു തരാം. ദാവത്തതായി എന്നോട് പ്രാർത്ഥിച്ചാൽ, എന്നോട് സഹായം ചോദിച്ചാൽ, എന്നെ വിളിച്ചാൽ ഞാൻ തരാലോ. ഫല്ലസ്തജീബൂലി, എന്നോട് ചോദിക്കട്ടെ. ഞാൻ ജിന്നിനോടാ ചോദിക്കണം, എന്നോട് ചോദിക്കണം. എവിടെ? അതിന് മാത്രം ധിക്കാരികളാകാൻ നമുക്ക് പറ്റുമോ? അള്ളാഹിൽ വിശ്വസിക്കുന്നതിന് പഠിപ്പിന് പറ്റുമോ? ഖുർആൻ മനസ്സിലാക്കിയവർക്ക് പറ്റുമോ? പിന്നെന്താ? മനസ്സിലുണ്ടാവില്ല. ഇവിടുന്ന് പോയിട്ട് വേറൊരു വീടുണ്ട്. ആ വീട്ടിൽ ശിക്ഷ കിട്ടും. രക്ഷ കിട്ടണമെങ്കിൽ അള്ളാഹുവിനോട് മാത്രം സഹായം ചോദിക്കണം എന്ന് വിശ്വാസമില്ലാത്തവർ മാത്രമാണ് അള്ളാഹുവിനോട് മാത്രം ചോദിച്ചാൽ മതി. അപ്പോൾ മനസ്സിന് ബേജാറാകുക. മനസ്സിലായില്ല? അള്ളാഹിനോട് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് ചെന്നാൽ സ്വർഗം തരങ്ങുണ്ട്. ശിർക്കിന്റെ പേരിൽ ഇത് വിശ്വസിക്കാത്തവരാണ് ചെയ്യാൻ. പ്രസംഗിച്ചുകൊണ്ടായില്ല. മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആയത്ത് പഠിച്ചിട്ട് ആയത്തിൻ്റെ മയനങ്ങനെ മനസ്സിലാക്കി ആവർത്തിച്ചിട്ട് ഒറ്റയ്ക്കിരുന്ന് മനസ്സിലാക്കിയിട്ട് കണ്ണുകൂടി വെള്ളം വരണം. അപ്പോഴേ ഖുർആൻ ഹൃദയസ്ഥമാക്കുക, ഖുർആൻ മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ വരുള്ളൂ. അല്ലെങ്കിൽ വരില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ലളിതമായ നിലയ്ക്ക് ആ സഹാബിമാർക്ക് പഠിപ്പിച്ചത്. ഒരു സഹാബി ഓടി വന്നിട്ട് ചോദിച്ചു, എന്താ ഞാൻ പറയേണ്ടത്? ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി. ഇലാഹിൻ്റെ അർത്ഥം അറിയുന്നതുകൊണ്ട് അത് പറഞ്ഞാൽ മതി. സുമ്മസ്തഖീം, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹിൻ്റെ അതേ മാർഗത്തിൽ കൂടി പോയിക്കോ, വേറെ വേണ്ട. ആ മാർഗം നോക്കി പോയിക്കോ. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് സുമ്മസ്തഖീം. അതുകൊണ്ടാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞത്. നബി പറഞ്ഞ ആ സംഗതിയാണ്. ഖുർആൻ്റെ വിശദീകരണമാണത് നബിയാ പറഞ്ഞത്. ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നല്ല ആരോഗ്യപരമായ കാരണത്താൽ തൽക്കാലം അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും. ഇവിടെ അവതരിപ്പിക്കപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഉന്നയിക്കേണ്ടത്. വിഷയാവതരണം ശ്രദ്ധിച്ച ആർക്കും സംശയങ്ങൾ ഉന്നയിക്കാവുന്നതാണ്. സംശയങ്ങൾ ദൂരീകരിക്കാൻ ഉതകുന്ന ചോദ്യങ്ങളാണ് ചോദ്യകർത്താക്കൾ ഉന്നയിക്കേണ്ടത്. പ്രത്യേകിച്ച് നിബന്ധനകളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു പഠന സെഷനായതിനാൽ ചോദ്യകർത്താക്കൾ അതിനോട് പൂർണ്ണമായും നീതി പാലിക്കണമെന്നാണ് അപേക്ഷിക്കാനുള്ളത്. ആളുകൾക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റുന്ന, സംശയങ്ങൾ ദൂരീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ചോദ്യങ്ങൾ അവതരിപ്പിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മൾ സംഘടന പിളരുന്ന ചോദ്യകർത്താവ് പേരും സ്ഥലവും. എൻ്റെ പേര് മുഹമ്മദ് സാലിം, സ്ഥലം പാണ്ടിക്കാട്. നമ്മൾ സംഘടന പിളരുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ ചർച്ചകളൊക്കെ ഉള്ളിൽ നടക്കുന്ന സമയത്ത് തന്നെ മടവൂരികൾ ഉന്നയിച്ചിരുന്ന ആരോപണമാണ് നമ്മൾ ഇങ്ങനെ സലഫി മനഹജിൻ്റെ പേരിൽ അന്ധവിശ്വാസത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തെ കൊണ്ടുപോകുക എന്നുള്ളൊരു ആരോപണം 10 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയതാണ്. അതിന് ചില നമ്മൾ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങൾ അവർ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട വിഷയങ്ങളാണ് ജിന്ന്, പിശാച്, സിഹിർ, കണ്ണേറ് പോലുള്ള വിഷയങ്ങൾ. അതിൽ കണ്ണേറ് ഫലിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കണ്ണേറിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരു കുളി ചികിത്സ സാധാരണ കേൾക്കാറുണ്ട്.
കുളി ചികിത്സ എന്ന് പറഞ്ഞാൽ കണ്ണേറ് ബാധിക്കാൻ കാരണമായവൻ വുളു എടുത്ത വെള്ളം കണ്ണേറ് ബാധിച്ചവൻ്റെ തലയിൽ ഒഴിക്കുന്ന ഒരു ചികിത്സ. ഇത് ശരിയാണോ? ഹദീസുകൾ വന്നിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ആരെങ്കിലും വുളു എടുത്തു തരാൻ ഒരാൾ ആവശ്യപ്പെട്ടാൽ വുളു എടുത്തു കൊടുക്കണമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടെങ്കിൽ ആ ഹദീസ് സ്വീകാര്യമാണോ? സ്വീകാര്യമാണെങ്കിൽ അതിൽ എന്ത് നിലപാടാണ് നാം സ്വീകരിക്കേണ്ടത്? അത് നിഷേധിച്ചാൽ കുറ്റക്കാരനാകുമോ? അത് അംഗീകരിക്കുകയാണെങ്കിൽ അന്ധവിശ്വാസിയാവില്ല എന്നാണ് എൻ്റെ ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടിസ്ഥാനപരമായി മുജാഹിദ് പ്രസ്ഥാനത്തിനിടയിൽ ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഖുറാഫാത്തുകൾ, അന്ധവിശ്വാസങ്ങൾ, അതിൽ ശിർക്ക് കലർന്നത്, ശിർക്ക് കലരാത്തത്, ഇതാണ് ഇവിടെ സവിസ്തരം വിശദീകരിച്ചത്. ചോദ്യകർത്താവ് ആദ്യത്തെ ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത് കണ്ണേറുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അതിൻ്റെ അകമ്പൊരുൾ നന്നായി മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളാണ് ഇവിടെയുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ചോദ്യം അപ്രസക്തമാണ്. കണ്ണേറുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകളുണ്ട്. ആ ഹദീസുകളിൽ, സ്വഹീഹായ ഹദീസുകളിൽ പരാമർശിക്കപ്പെട്ട വിഷയം സ്വീകാര്യമാണോ എന്ന ചോദ്യം അപ്രസക്തമാണ്. കാരണം കണ്ണേറുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, സിഹ്റുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, അതുപോലെ തന്നെ തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, സ്ത്രീ പള്ളിപ്രവേശവുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, ഇസ്ലാം ദീനിൽ അടിമുതൽ മുടിവരെയുള്ള മുഴുവൻ കാര്യങ്ങളും, അതിൽ മാ ഖാലല്ലാഹു വ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു പറഞ്ഞതും അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞതും സർവ നിലയിലും മനസ്സുകൊണ്ട് അംഗീകരിച്ചവരും നാവ് കൊണ്ട് പ്രഖ്യാപിക്കുന്നവരും ഉറക്കെ പറയുന്നവരുമാണ് മുജാഹിദുകൾ. അവർക്കാണ് മുജാഹിദ് എന്ന് പറയുന്നത്, അവർക്കാണ് സലഫികൾ എന്ന് പറയുന്നത്. ആ സലഫിയത്ത് മടവൂരികൾക്കില്ല. ആ സലഫിയത്ത് ഇന്ന് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന, ജിന്നിനോട് തേടാമെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കില്ല. ജിന്നിനോട് തേടൽ ശിർക്കല്ല എന്ന് പറയുന്ന ആരെങ്കിലും ഇന്ന് കേരളത്തിലോ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലോ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അവർക്ക് ഈ സലഫിയത്തില്ല. റുഖയ്യ ശർഇയ്യ എന്ന പേര് പറഞ്ഞുകൊണ്ട് ജിന്നിനെ അടിക്കണമെന്ന് പറയുന്നവർ, ആ ജിന്നിനെ അടിക്കുന്നത് എങ്ങനെ? ജിന്നിനെ പോയി അടിക്കാൻ പറ്റില്ല, ജിന്ന് കൂടിയവനെ അടിക്കണമെന്ന് പറയുന്നവർ, അതുപോലെ തന്നെ ജിന്ന് കൂടിയവന്റെ ചങ്കിൽ ചവിട്ടണമെന്ന് പറയുന്നവർ, അങ്ങനെ ചങ്കിൽ ചവിട്ട് ജിന്നിനെ ഇറക്കണമെന്ന് പറയുന്നവർക്ക് ഈ സലഫിയത്തില്ല. കേരള ജമിയത്തുൽ ഉലമ എടുത്ത തീരുമാനം അത് കഴുതത്തലയന്മാരുടെ തീരുമാനമാണെന്ന് കേരളത്തിന്റെ മുക്കുമൂലകളിൽ പറഞ്ഞു നടക്കുന്നവന് ഈ സലഫിയത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം, സലഫിയത്തിനെ മറപിടിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാം. സലഫിയത്തിന്റെ മറപിടിച്ചുകൊണ്ട് ശിർക്കായ കാര്യത്തെ ശിർക്കല്ല എന്ന് പ്രചരിപ്പിക്കാം എന്ന നിലയിൽ ആരെങ്കിലും വ്യാമോഹം വെച്ച് നടക്കുന്നുവെങ്കിൽ കേരളക്കരയിൽ മുജാഹിദുകൾക്കിടയിൽ ഇനി അത് വില പോവില്ല. സർവ മറകളും ഞങ്ങൾ പറിച്ചു നീക്കുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾ വിഷയാവതരണം കേട്ടുവല്ലോ, അടിസ്ഥാനപരമായ ചില വിഷയങ്ങൾ ഇവിടെ പറഞ്ഞുവല്ലോ. ഈ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ സംശയമുള്ളവർ എഴുന്നേറ്റ് ചോദിക്കട്ടെ, അവർക്ക് ഉത്തരം നൽകാം. കണ്ണീർ നിങ്ങൾക്ക് ചർച്ച ചെയ്യണോ? മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരുവിധ സംശയവുമില്ല. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ വിഷയമായി നിങ്ങൾ മനസ്സിലാക്കുകയും വേണ്ട. നേരെ മറിച്ച് ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്ന പുസ്തകത്തിൽ മഹാനായ അമാനി മൗലവി വളരെ മുമ്പ് തന്നെ വളരെ വിശദമായി കൊണ്ട് കണ്ണീറിനെ സംബന്ധിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മുജാഹിദുകൾ, തലതെരച്ച മുജാഹിദുകൾ, അവർ വാങ്ങി അവരുടെ വീടുകളിൽ സൂക്ഷിച്ചവർ വായിച്ച് പഠിച്ച പുസ്തകമാണിത്. ആ പുസ്തകം പോയി വായിച്ചു നോക്കൂ. അതല്ല, നിങ്ങൾക്ക് ഉദ്ധരിക്കാവുന്ന ഹദീസുകൾ ഉണ്ടെങ്കിൽ ആ ഹദീസുകൾ ഇമാം മുസ്ലിം ഒന്നിന് പുറകെ ഒന്നായി ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇമാം മുസ്ലിമിലെ ആ ഹദീസുകൾ വായിച്ചു നോക്കൂ. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഹദീസ് സ്വഹീഹായി വന്നിട്ടുണ്ട് എങ്കിൽ
ആ സ്വഹീഹായി വന്ന ഹദീസുകളെ സ്വീകരിക്കാൻ ഒരു തടസ്സവും ഇല്ല, എവിടെയും ഇല്ല, ഒരിടത്തുമില്ല. അപ്പോ ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ണേറാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം കേട്ടാൽ തോന്നുക. ഇവിടെ പ്രതിപാദിച്ച കുറച്ച് വിഷയങ്ങളുണ്ട് അടിസ്ഥാനപരമായി. ആ പ്രതിപാദിച്ച വിഷയങ്ങളിൽ അദ്ദേഹത്തിനൊരു സംശയമില്ല എന്നാണെങ്കിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ തുറന്നു വായിച്ചാൽ മതി. ഹദീസുകൾ അത് ക്രോഡീകരിക്കപ്പെട്ടത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കണ്ടതാണ്, വായിച്ചതാണ്, മനസ്സിലാക്കിയതാണ്, പഠിച്ചതാണ്. അതിനെ ഹദീസിൽ വന്നത് എന്തെല്ലാം ഉണ്ടോ ആ നിലയിൽ സ്വീകരിക്കുന്നവരുമാണ്. അതിനെതിരെ പറയുന്നവരല്ല മുജാഹിദുകൾ. അത് സിഹ്റിന്റെ വിഷയത്തിലായിരുന്നാലും അതുപോലെ തന്നെ മറ്റുള്ള ഏത് വിഷയത്തിലാണെങ്കിലും ഇവിടെ അടിസ്ഥാനം പറഞ്ഞു തരാം. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ. ആ തൗഹീദ് ശരിയാക്കിയിട്ടാണ് സുന്നത്ത്. ആ തൗഹീദിൽ വെള്ളം ചേർത്തു എന്നാണ് പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വെള്ളം ചേർത്തു എന്നാണ് പറഞ്ഞത്. ശിർക്ക്, ആ ശിർക്കായ കാര്യം ശിർക്കല്ല എന്ന് പ്രചരിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ച ചെയ്യാം, എന്നിട്ടാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് ചർച്ച ചെയ്യേണ്ടത്. പറയൂ, ജിന്നിനോട് ഭൗതികപരമായ കാര്യം ചോദിക്കുന്നത് ശിർക്കാണോ ശിർക്കല്ലേ? ഇരുളിൽ അകപ്പെട്ടു പോയ ഒരാള്, അയാളെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു ശബ്ദം കേട്ടിട്ട് ആ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാമെന്ന് വിശ്വസിച്ചിട്ട് ആ ജിന്നിനോട്, അത് ജിന്നാണെന്ന് വിചാരിച്ച് ജിന്നോട് എനിക്ക് വെളിച്ചം തരണേ എന്ന് ചോദിച്ചാൽ ശിർക്കാണോ ശിർക്കല്ലേ? ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ പറയേണ്ടത്, എന്നിട്ടല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹ് പറയേണ്ടത്. തൗഹീദ് അതാണൊന്ന്. അതുകൊണ്ട് ഈ വിശ്വാസം ഇന്ന് സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുകയും ഈ ശിർക്കായ കാര്യത്തെ ശിർക്കല്ല എന്ന് പറയുകയും അത് സമൂഹത്തിനിടയിൽ വ്യാപകമാക്കുകയും മുജാഹിദ് പ്രസ്ഥാനത്തിലെ ചില ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം തൗഹീദ് മനസ്സിലാക്കി കടന്നു വരുന്നവരും അല്ലെങ്കിൽ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ആളുകൾക്കിടയിൽ പോലും ഈ രൂപത്തിൽ അബദ്ധവിശ്വാസം ഉണ്ടാക്കുന്ന പ്രചരണങ്ങളും പ്രചാരവേലകളും വളരെ ശക്തമായി ലോകത്തിന്റെ മുക്കുമൂലകളിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണേറിനെ പറ്റി ഒരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറുപടി ഉണ്ടാവില്ല എന്ന ധാരണയൊന്നും എൻ്റെ സുഹൃത്തിന് വേണ്ടതില്ല. അതുകൊണ്ട് ഇവിടെ ഒരു വിഷയം പ്രതിപാദിച്ചത്, വിശദീകരിച്ചത്, അതിനെ സംബന്ധിച്ച് ആമുഖമായി ആദ്യമായി ചർച്ച ചെയ്യണം എന്നാണ് സുഹൃത്തിനോട് സൂചിപ്പിക്കാനുള്ളത്. കണ്ണേറിനെ സംബന്ധിച്ച അതിലെ വിഷയങ്ങളും നിലപാടുകളും വളരെ നേരത്തെ തന്നെ അമാനി മൗലവിയെ പോലുള്ള ആളുകൾ എഴുതി മുജാഹിദുകളുടെ നിലപാട് എന്ത് എന്ന് വിശദീകരിച്ചതും പറഞ്ഞതുമാണ്. ആ നിലപാടിലാണ് ഞങ്ങളെല്ലാവരും നിലകൊള്ളുന്നത്. ഒരു വിഷയം ഹദീസ് കണ്ടാൽ, അത് സ്വഹീഹായി കണ്ടാൽ അത് സ്വീകരിക്കുക എന്ന നിലപാടാണ് മൊത്തത്തിൽ ഏത് വിഷയത്തെ സംബന്ധിച്ചും സൂചിപ്പിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. ബഹുമാന്യനായ അനസ് മൗലവി പറഞ്ഞതുപോലെ ആദ്യം കണ്ണേറിനെ കുറിച്ചുള്ള ചോദ്യം വേണ്ട എന്നുള്ളത് പരിഗണിച്ചുകൊണ്ട് ഒരു അപേക്ഷയോടുകൂടി ഞാൻ തൗഹീദുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കാം. എന്നാലും ഈ പരിപാടി അവസാനിക്കുന്നതിന് മുമ്പ് എൻ്റെ ചോദ്യം പരിഗണിച്ചുകൊണ്ട് അമാനി മൗലവി എഴുതിയ ഭാഗവും അതുപോലെ ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയും അവസാനിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു സമയത്ത് മറുപടി പറയണം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ചോദ്യം തൗഹീദുമായി ബന്ധപ്പെട്ട കേരളത്തിൽ ഇപ്പോൾ ഇവിടെ ജിന്നിനോട് സഹായം തേടൽ എന്നുള്ളത് ആ വിഷയവുമായി മുജാഹിദ് പ്രസ്ഥാനത്തിൽ KNM ഉള്ളിലുള്ള ചർച്ചയാണ്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം തന്നെ ശിർക്കിലാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ജിന്നുബാധയുണ്ടാകും, ജിന്നുബാധ യാഥാർത്ഥ്യമാണ്, അതുമൂലം രോഗമുണ്ടാകും എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അയാൾ മുശ്രിക്കാണ്, അല്ലെങ്കിൽ അയാൾ ശിർക്ക് ചെയ്തു. അഭൗതികമായ ജിന്നുകൾ കാര്യകാരണബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കുമെന്നോ ഉപദ്രവം ചെയ്യുമെന്നോ ഉള്ള വിശ്വാസമാണത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ശിർക്കലാണ് എന്നുള്ളൊരു പ്രചരണം കേരളത്തിൽ നടക്കുന്നുണ്ട്. മാത്രമല്ല അബ്ദുറഹ്മാൻ സലഫിയും, ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സലഫിയും, അതുപോലെ അനസ് മൗലവിയും, ഹനീഫ് കായക്കൊടിയും, സക്കരിയ സുലാഹിയും, PN അബ്ദുൽ ലത്തീഫ് മദനിയും, കുഞ്ഞു മുഹമ്മദ് പറപ്പൂരും എല്ലാം എടുത്ത ഒരു തീരുമാനം, ഒരു 13ഓളം തീരുമാനങ്ങൾ ഒപ്പിട്ട ആ തീരുമാനത്തിൽ ജിന്നുബാധ ഉണ്ടാകുമെന്നത് യാഥാർത്ഥ്യമാണ്. പല കാരണങ്ങളാലും രോഗമുണ്ടാകുന്നത് പോലെ ജിന്നുബാധ മൂലം രോഗമോ മറ്റു പ്രയാസങ്ങളോ ഉണ്ടാവാം എന്ന് എഴുതി കണ്ടു. ഈ ജിന്നുബാധ മൂലം രോഗമുണ്ടാകും എന്നതിന് തെളിവ് പറയണം. അതുപോലെ ഏതൊക്കെ രോഗം ഉണ്ടാകുന്നത്, പ്രേഗ, അപസ്മാരം മുതലായവ ജിന്നുബാധ മൂലമുണ്ടാകുന്ന രോഗമാണോ, ഭ്രാന്ത് ജിന്നുബാധ മൂലം ഉണ്ടാകുമോ, ഇത് വിശ്വസിച്ചാൽ അയാൾ ശിർക്കിലാകുമോ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാനോ ഉപദ്രവിക്കാനോ കഴിയുമെന്ന് വിശ്വസിക്കലല്ലേ അയാൾ ശിർക്കിലാകുമോ എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഒരു സംഗതി ഇവിടെ വളരെ വ്യക്തമാണ്. ഒന്ന്, മടവൂരികൾ
ആ മടവൂരികൾ പല ആരോപണങ്ങളും മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പറയാറുണ്ട്. ആ മടവൂരികൾ മുജാഹിദ് പ്രസ്ഥാനത്തെ പറ്റി ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു സംഗതി മനസ്സിലാക്കണം. മടവൂരികളുമായി ടൈയപ്പായ കുറച്ച് ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ ഉണ്ടോ എന്ന് ഇപ്പോൾ നമ്മൾ സംശയിക്കുകയാണ്. അതെന്താ കാരണം എന്ന് ചോദിച്ചാൽ, മടവൂരികൾ എന്താ ആഗ്രഹിക്കുന്നോ അത് ഇവിടുന്ന് പറയാ, അവർക്ക് തെളിവുണ്ടാക്കി കൊടുക്കുക. ഒരായത്തോതി ഒരിക്കലും മടവൂരിക്ക് തെളിവല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു ഹദീസ് പറഞ്ഞാൽ അതൊരിക്കലും മടവൂരിക്ക് തെളിവല്ല. പക്ഷേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിലെ മടവൂരികൾ അവർ എന്ത് ആഗ്രഹിക്കുന്നോ അത് ഇവിടുന്ന് പറയുക, പ്രസംഗിക്കുക, എന്നിട്ട് CD ഇറക്കുക. അത് പറയരുത് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ പറ്റൂല, ഞങ്ങൾ സലഫികളാണ്. ഈ സലഫിയത്ത് എന്ന് പറഞ്ഞിട്ട് ഈ മടവൂരികൾക്ക് തെളിവുണ്ടാക്കി കൊടുക്കുകയും ഒരു തെളിവുമില്ലാത്തത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ലേബലിൽ നിന്നുകൊണ്ട് പറയുകയും ചെയ്യുന്ന പ്രവണത ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ചില ആളുകൾ അതിനുവേണ്ടി ബോധപൂർവം പ്രവർത്തിക്കുന്നുണ്ട്. അതിനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ അവരെ മടവൂരിയാക്കുന്ന ഒരു സ്വഭാവവും ഉണ്ട് ഇപ്പോൾ. എന്ന് വെച്ചാൽ ഈ പരിപാടികൾ പോലും മടവൂരികളുമായി ടൈയപ്പായി നടത്തുന്ന പരിപാടി എന്നുള്ള പ്രചരണം, കള്ളപ്രചരണം മടവൂരികളുമായി ടൈയപ്പായ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വളരെ വ്യക്തമായി ഈ കരിഞ്ചന്ത അത് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ ഒരു കാര്യം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ ഈ വിഷയങ്ങൾ മടവൂരികളുമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ വ്യക്തമായ നിലപാടും ശക്തമായ നിലപാടും സ്വീകരിച്ചവരാണ് മുജാഹിദുകൾ. ബഹുമാനനായ അബ്ദുറഹ്മാൻ സലഫി അദ്ദേഹം മടവൂരികൾക്കെതിരെ വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും അതിന്റെ പേരിൽ ആക്ഷേപങ്ങൾ കേൾക്കുകയും ചെയ്ത വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇതിന്റെ നേതാക്കൾ, ഈ പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കൾ മടവൂരികൾക്കെതിരെ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ആളുകളാണ്. അവരുടെ നിലപാടുകൾക്കെതിരെ വളരെ ശക്തമായി പ്രസംഗങ്ങളും പരിപാടികളും ബോധവൽക്കരണങ്ങളും നടത്തിക്കൊണ്ടിരുന്ന ആളുകളാണ്. ഒരു കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അകത്തേക്ക് ഈ മടവൂരിസം കടന്നു വന്നപ്പോ, ഇഖ്വാനിസം കടന്നു വന്നപ്പോ, സുറൂരിസം കടന്നു വന്നപ്പോ അന്ന് 80% ഞങ്ങളോടൊപ്പമാണ് എന്ന് വാദിച്ച് നിലകൊണ്ട ഹുസൈൻ മടവൂരിനോടും അനുയായികളോടും വളരെ ശക്തമായ പ്രചാരണത്തിലൂടെ നേരിട്ട പ്രവർത്തനങ്ങളിലൂടെ നേരിട്ടവരാണ് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി എൻ്റെ മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ രൂപത്തിൽ മടവൂരിസം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തി മടവൂരികൾ പോയി. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അജണ്ടയില്ലാതെ അവർ കറങ്ങി നടക്കുന്ന അവസ്ഥയുണ്ടായി. ആ സന്ദർഭത്തിൽ നിങ്ങൾ അറിയേണ്ട, അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ചില കാര്യം, മടവൂരികളുമായി മാനസികമായ ഒരു വെറുപ്പില്ലാത്ത കുറച്ച് ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടായി. അതാരായിരുന്നു? ഇന്ന് സലഫിയത്ത് എന്ന് പറഞ്ഞിട്ട് എന്ത് കണ്ടാലും മടവൂരി എന്ന് പറഞ്ഞ് പ്രസംഗം തുടങ്ങും. എന്നിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിലെ നേതാക്കളെയും മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രവർത്തകരെയും കുത്തിപ്പറയുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രസംഗിച്ചതും അവരെഴുതിയതും മടവൂരി എന്ന് ഞാൻ പറയുക പോലുമില്ല എന്നാണ്. പറയുക പോലുമില്ല. ഇതൊക്കെ നിങ്ങൾ വളരെ വ്യക്തമായി ചില സംഗതികൾ അറിയാനും അതുപോലെ തന്നെ അറിയിക്കുവാനും വ്യക്തമായി ബോധ്യപ്പെടുത്തുവാനും വേണ്ടി നടത്തുന്ന പരിപാടി തന്നെയാണ്. അവിടെ മറയിടാനും പുകമറയിടാനും ഞങ്ങൾ സമ്മതിക്കില്ല. ഇത് പരസ്യമായി പുറത്തിറക്കിയ ഒരു നോട്ടീസാണ്. സുല്ലമി കൂടിയിരുന്ന് നമുക്കിതൊന്ന് ചർച്ച ചെയ്തുകൂടെ എന്ന് പറഞ്ഞിട്ട് അബ്ദുൽ ജബ്ബാർ മൗലവി അദ്ദേഹം ഇറക്കിയ നോട്ടീസാണ്. ഇതിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറയാണ്, കേട്ടോ, സംഘടനയ്ക്ക് വേണ്ടിയോ ഗ്രൂപ്പ് വിരോധത്തിന്റെ പേരിലോ അബ്ദുസലാം മൗലവിക്കെതിരിൽ ഈ കുറിപ്പുകാരൻ ഇസ്ലാഹിൽ എഴുതിയിരുന്നില്ല. എന്നുവെച്ചാല് ഞാൻ സംഘടനയ്ക്ക് വേണ്ടി എഴുതിയ ആളൊന്നും അല്ല. എന്നുവെച്ചാൽ സംഘടന വേറെന്തോ പറയുന്നത്, മൂപ്പര് വേറെന്തോ പറയുന്ന ആളാണ് എന്ന രൂപത്തിലാണ്. സംഘടനയ്ക്ക് പറയാനുള്ളത് ഖുർആനും സുന്നത്തുമാണ്. അല്ലാത്തൊന്ന് സംഘടനയ്ക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനുണ്ടോ? ഖുർആനും സുന്നത്തും അല്ലാത്തത്. ഇനി കേട്ടോളൂ അടുത്ത വരി. മടവൂരികൾ എന്നിത്യാദി പേരുകൾ പോലും മറുചേരിയെക്കുറിച്ച് പ്രയോഗിച്ചിരുന്നില്ല. ആര്? ജബ്ബാർ മൗലവി. മടവൂരികൾ എന്ന് പോലും പറഞ്ഞിരുന്നില്ല, അതുപോലും ഞാൻ പ്രയോഗിച്ചിരുന്നില്ല എന്ന് അദ്ദേഹം നോട്ടീസ് എഴുതുമ്പോൾ വ്യക്തമാക്കുകയാണ്. മാന്യ സഹോദരങ്ങൾ, ഇവിടെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ,
മടവൂരികൾ എന്ന വാക്ക് പോലും പറയാൻ അറച്ചിരുന്ന ഒരാൾ, മടവൂരികൾ എന്ന പേര് പോലും പറയാൻ അറച്ചിരുന്ന ഒരാൾ, അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മടവൂരികൾക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് ഞാൻ പറയുമ്പോൾ, ഇന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായി അനുഭവത്തിന്റെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, അദ്ദേഹം ഇത് എഴുതുക മാത്രമല്ല, പരസ്യമായി പ്രസംഗിച്ചു. സക്കരിയ സ്വലാഹി ഇരുത്തിക്കൊണ്ടുള്ള പ്രസംഗം, സംഘടനാ വിരുദ്ധമായി നടത്തിയ പരിപാടിയിലെ പ്രസംഗം. ഈ ഞാൻ പറയുന്നത് എന്താണെന്ന്, ഇതിലെ ഏറ്റവും വലിയ രസം മറുവിഭാഗം, മുമ്പേ ഭിന്നിച്ചു പോയ വിഭാഗം ഉണ്ടല്ലോ. ഞാൻ ഈ മടവൂരികൾ മറ്റേത് വരുന്നൊന്നും ഞാൻ പറയാറില്ല. അതുകൊണ്ട് അവർ സ്വീകരിക്കാത്തൊരു പേര് ഞാനും ഉപയോഗിക്കണ്ട എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാറില്ല. ഞാൻ ഈ മടവൂരികൾ മറ്റേത് വരുന്നൊന്നും ഞാൻ പറയാറില്ല. അതുകൊണ്ട് അവർ സ്വീകരിക്കാത്തൊരു പേര് ഞാനും ഉപയോഗിക്കണ്ട എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാറില്ല. ഞാൻ ഈ മടവൂരികൾ